നെറ്റ്ഫ്ലിക്സിൽ അടുത്തിറങ്ങിയ സിനിമയാണ് ദ റിപ്പ് സ്റ്റാറിംഗ് മാറ്റ് ഡേമൺ ആൻഡ് ബെൻ അഫ്ലെക്, ടു ഗ്രേറ്റ് ആക്ടേഴ്സ് ആൻഡ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ്, ഡയറക്ടഡ് ബൈ ജോൺ കർണഹാൻ. ഇതൊരു ക്രൈം ഡ്രാമയാണ്. ഈ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം പിന്നീട് ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആവുന്നുണ്ട്. ഹുക്ക് ചെയ്തിരുത്തുന്ന സംഭവങ്ങളുണ്ട്. ആൻഡ് നമ്മൾ അത്യാവശ്യം ഗസ്സും ചെയ്തിരുത്തും. അതുകൊണ്ട് തന്നെ ആ അടുത്തൊരു 50 മിനിറ്റ് ഭയങ്കര അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് സമ്മാനിക്കും. അവസാനത്തെ ഒരു അരമണിക്കൂറിലാണ് ബിഗ് റിവീൽ വിത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കടന്നു വരുന്നത്. ആ ഒരു ബിഗ് റിവീൽ വിത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഞാൻ ഭയങ്കര സംഭവം ഭയങ്കര വാവൊന്നും പറയുന്നില്ല. എല്ലാം വളരെ സിമ്പിൾ ആണ് സിനിമ. അതുകൊണ്ട് തന്നെ നമ്മൾ ഞെട്ടി അമ്പരപ്പെടാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം വളരെ ഡീസന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ സിനിമ കണ്ടു തീരുമ്പോൾ ഒരു 2 മണിക്കൂറുള്ള ആ 2 മണിക്കൂർ ശേഷം പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആവില്ല. ഒരു ഡീസന്റ് എൻഗേജിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ സിനിമ ഓവറോൾ നമുക്ക് തരും. ഇതിന്റെ ചേസ് സീക്വൻസസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസസ് എല്ലാം എല്ലാം നീറ്റ് ആയിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗ് സീൻസ് ആണെങ്കിൽ പോലും ഡീസന്റ്ലി ത്രില്ലിംഗ് ആണ്. ഇതിലാകെ നെഗറ്റീവായിട്ട് തോന്നിയത് ആദ്യത്തെ ഒരു അരമണിക്കൂറാണ്. ആ ഒരു ആദ്യത്തെ അരമണിക്കൂർ കടന്നു കിട്ടാൻ കുറച്ച് നമ്മൾ പാടുപെടും. നല്ല എഴച്ചിൽ നമുക്ക് നല്ല രീതിയിൽ തോന്നും. എഴഞ്ഞാണ് പോണത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ശേഷം ഈ സിനിമ പിന്നീട് എൻഗേജിങ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഭയങ്കര എൻഗേജിങ് ആണെന്നൊന്നും അല്ല, ഡീസന്റ് ആണ്. ഇടയ്ക്ക് കുറച്ച് ഡൗൺ മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ അപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ് ആവില്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ഇതിന്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അത്യാവശ്യം ഈ സിനിമനെ ഈ ഒരു മൂവിയുടെ ടോണിന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. ആകെ എഡിറ്ററിന് കുറച്ചും കൂടെ ടൈറ്റ് ആക്കി പടത്തിനെ പിടിക്കായിരുന്നു എന്ന് തോന്നി. ഓവറോൾ എനിക്ക് ഇതൊരു ഡീസന്റ് എൻഗേജിങ് ക്രൈം ഡ്രാമ ആയിട്ടാണ് അനുഭവപ്പെട്ടത്. പെർഫോമൻസസ് എല്ലാം വളരെ നന്നായിരുന്നു. സോ കണ്ടു നോക്കാവുന്നതാണ്. അതിന്റെ അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അബി റിവീൽസ്.